വിലക്ക് മറികടന്ന് വി.ഡി. സതീശനും ഷാഫി പറമ്പിലിനും അനുകൂലമായി ഫ്ലെക്സ് ഉയരുകയാണ്. അത് എറണാകുളം പള്ളുരുത്തിയിലാണ്. കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഈ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഗ്രൂപ്പുകളില്ലാത്ത കോൺഗ്രസ് എന്നൊക്കെയായിരുന്നു അവകാശവാദം. കേരള കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ തന്നെയുണ്ട്, എവിടെയും അപ്രത്യക്ഷമായിട്ടില്ല. ഫ്ലെക്സുകളും പ്രത്യക്ഷപ്പെടുന്നു. ആര്യ, ശരിയാണ്. നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് കോൺഗ്രസിലുണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഗ്രൂപ്പിൻ്റെ ഒരു അവസ്ഥയെല്ലാം മാറി. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, ടീം UDF ആണ് എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉള്ളൊരു സംസാരമൊക്കെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ. കൃത്യമായിട്ടുള്ള നിർദ്ദേശം നേതാക്കന്മാർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ഫ്ലെക്സ് വെക്കുകളും അങ്ങനെയുള്ള പ്രകടനങ്ങളും എല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഒരു പരിധിവരെ വലിയ കാര്യമായിട്ടുള്ള ഫ്ലെക്സ് പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അനിശ്ചിതമായി തന്നെ ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിനോട് അനുബന്ധിച്ചാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പള്ളുരുത്തി വെളി ബസ് സ്റ്റോപ്പിന് സമീപത്ത് ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ആ ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. നമ്മൾ ആ പ്രദേശത്തുള്ള മണ്ഡലം പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തൻ്റെ അറിവോടെയല്ല ഈ ഒരു ഫ്ലെക്സ് വച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, കോൺഗ്രസുമായി അനുഭാവമുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു ഫ്ലെക്സ് വച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവിടെ മണ്ഡലം പ്രസിഡന്റ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ 12 മണിയോട് കൂടിയാണ് അദ്ദേഹവും ഈ ഒരു ഫ്ലെക്സ് കാണുന്നത്. രാത്രി അതുവഴി കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും VDS കേരളം ഭരിക്കട്ടെ, അതുപോലെ ഷാഫി കോൺഗ്രസിനെ നയിക്കട്ടെ എന്നുള്ളൊരു 2 വാചകങ്ങളാണ് ഈ ഫ്ലെക്സിൽ ഉള്ളത്. ഇനിയിപ്പോൾ മറ്റു ഫ്ലെക്സുകൾ കൂടുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൽ പൊന്തുമോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫ്ലെക്സ് വയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ.